മലയാളത്തിൽ നമ്മൾ കിണ്ടിപ്പൂവ് എന്ന് വിളിക്കുന്ന ഒരു പൂവാണ് ഈ കാണുന്നത്. പണ്ടുള്ളവർ മുറുക്കി തുപ്പുന്ന കിണ്ടിയുടെയൊക്കെ ഷേപ്പ് ഉള്ളത് കൊണ്ടായിരിക്കും ഇതിന് കിണ്ടിപ്പൂവ് എന്ന് വിളിക്കുന്നത്. ഇനി ഇംഗ്ലീഷിൽ ഇതിൻ്റെ ഒരു കോമൺ നെയിം പറയുകയാണെങ്കിൽ വിഷ്ബോൺ ഫ്ലവർ, ഫോണിയസ് ടൊറീന, ബ്ലൂ വിങ്സ്, ക്ലൗൺ ഫ്ലവർ എന്നൊക്കെയാണ്. ആ പേരങ്ങനെ പറഞ്ഞിട്ട് നോക്കി കഴിയുമ്പോഴേക്കും ഒരു ക്ലൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമാളിയുടെ മുഖം മൂടിയുടെ ഒരു ലുക്ക് ഉണ്ട് ഇതിന്. പക്ഷേ ഏറ്റവും അനുയോജ്യം കിണ്ടിപ്പൂവാണ്, കാരണം കിണ്ടിയുടെ ലുക്കാണ് ഇതിന്. ഇനി ഈ ചെടിയുടെ ഒരു സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇതിൽ ഇന്റർനേസിയ ഫാമിലിയിൽ പെടുന്ന ടൊറേനിയ ഫോർണിയറി എന്ന് പറഞ്ഞൊരു സ്പീഷീസ് ആണ്. ഇനി ഇതിൻ്റെ ഒരു ബൊട്ടാനിക്കൽ ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ ഇത് ഗ്രൗണ്ടിനോട് ഒരുപാട് വലിയ പൊക്കമൊന്നും വെക്കാതെ വളരുന്ന ഒരു ചെടിയാണ്. ഒരു 30 to 45 സെന്റിമീറ്റർ വരെയാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് വയ്ക്കുന്നത്. ഇതൊരു ഗാർഡൻ പ്ലാന്റ് ആണ്, ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പൂക്കൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇതിൻ്റെ പൂക്കൾക്ക് ഒരു 2 സെക്ഷൻ ഉണ്ട്. ട്രംപറ്റ് ഷേപ്പിലാണ് ഇതിൻ്റെ പൂക്കളുള്ളത്. നീല, വെള്ള, പർപ്പിള്, വെള്ള, പിങ്ക്, വെള്ള, പിന്നെ നീല, കടും നീല കോമ്പിനേഷനിലാണ് മെയിനായിട്ടും ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത്. ഇതിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിങ്കും വെള്ളയും ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. ഇനി ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക്, ഈ വീഡിയോയുടെ തന്നെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് പർപ്പിളും വെള്ളയായിട്ടുള്ള ഫ്ലവേഴ്സും കാണിക്കുന്നുണ്ട്. എനിക്ക് ഈ 4 കോമ്പിനേഷനിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേക്കുന്നത് നീല, കടുന്നീല കോമ്പിനേഷനാണ്. അതൊരു പ്രത്യേക രസം തന്നെയാണ് അത് കാണാനായിട്ട്. അത് നമ്മുടെ ഇവിടെ ഇല്ല, ആ കൂടി ഞാൻ ഫോട്ടോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ വീഡിയോസ് ഒന്നും അവൈലബിൾ അല്ല. എനിക്ക് അതിൻ്റെ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ടും ഷോർട്ടായിട്ട് ഇട്ടേക്കാം. ഇതിൻ്റെ ഇലകളും പൂക്കളെ പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആണ്. നല്ല ഓവൽ ഷേപ്പിലുള്ള നല്ല ഡിസൈൻസ് ഒക്കെ ഉള്ള, അതിൻ്റെ എഡ്ജിയുടെ ഡിസൈൻസ് ഒക്കെ ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലകൾ. സാധാരണ ഇവിടെ കാണുന്ന ചെടികളിൽ നിന്ന് അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഒരു വളരെ ഇളം പച്ച കളറാണ്, ഒരു പ്രത്യേക തരം പച്ച കളറാണ്. ഇതിൻ്റെ തണ്ടുകൾ അല്ലെങ്കിൽ സ്റ്റെം ഒക്കെ എടുത്ത് നോക്കിയാലും ഒട്ടും വുഡി അല്ല, നല്ല സോഫ്റ്റ് സ്റ്റെംസ് ആണ് ഇതിനുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് ഇതിൻ്റെ ഒരു പൂമുട്ട് എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് ആ പൂ വിരിയുന്നത്. ഇതിന്റെ സ്റ്റെംസ് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം തളർന്ന് നിലത്തോട് ചേർന്നായിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഹാങ്ങിങ് ബാസ്ക്കറ്റ്സിലൊക്കെ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഈ ചെടിയുടെ ഒരു നേറ്റീവ് പറയുകയാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ട്രോപ്പിക് ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസിലാണ് ഇത് മെയിൻ ആയിട്ടും കണ്ടുവരുന്നത്. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഇതിന്റെ ഒരു ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും ഈ പുഴയോരങ്ങളിലും അതുപോലെ തന്നെ പൂന്തോട്ടങ്ങളിലൊക്കെ ഇത് നട്ടു വളർത്താറ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് നോർത്ത് അമേരിക്കയിലും ആഫ്രിക്കയിലും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ചെടിയാണ്. വളരെ സൂക്ഷിച്ച് ഇതിൻ്റെ അധികം ക്ലോസപ്പിൽ നോക്കുകയാണെങ്കിൽ ആ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് ഒരു പ്രാവിൻ്റെ ചിറക് പോലെയും പിന്നെ അതിൻ്റെ താഴത്തായിട്ട് ഒരു പ്രാവിൻ്റെ വാല് പോലെയാണ് എനിക്കിത് തോന്നുന്നത്. ഈ ചെടിയുടെ തന്നെ വേറെ വെറൈറ്റിയാണിത്. ഇതാണ് പർപ്പിൾ ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള വെറൈറ്റി. ഇനി ഇതിൻ്റെ ഒരു ഗ്രോയിങ് കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ നല്ല ഷെയ്ഡ് ഉള്ളിടത്താണ് ഇത് മെയിനായിട്ട് വളരുന്നത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച്, മോയിസ്റ്റ്, വെൽ ഡ്രെയിൻഡ്, ലോമി സോയിൽ ആയിരിക്കണം. അതാണ് ഏറ്റവും നല്ലത് ഇതിന്. വാട്ടറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ വാട്ടറിംഗ് വേണം. പക്ഷേ വാട്ടർ ക്ലോഗിങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചീഞ്ഞു പോകും. ടെമ്പറേച്ചർ ഒരു 20 to 30 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് ചാടിയാണ് പുതിയ ചെടികൾ ഉണ്ടാകുന്നത്. ഇതൊരു സീസൺ കഴിയുമ്പോഴേക്കും നശിച്ചു പോണ ചെടിയാണ്. വർഷത്തിലൊരു ചെടി എയർ പ്യൂരിഫിക്കേഷന് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ്. ഇതിന് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഒന്നും ഉള്ളതായിട്ട് റെഫറൻസിൽ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ നോൺ ടോക്സിക് ആണ്, ഹ്യൂമൻസിന് നോൺ ടോക്സിക് ആണ്. ഈവൻ പെറ്റ്സിന് പോലും ഇത് സേഫാണ്. ഒരുപാട് കാട് പിടിച്ചും വലിയ പൊക്കത്തിലൊന്നും വളരില്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഗാർഡൻസിൽ സേഫാണ്. അതുപോലെ തന്നെ ഇൻവേസീവ് ആവുകയില്ല. ഇനി ഇതിൻ്റെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റും ഇഷ്ടംമാതിരി തേനീച്ചകൾ പറക്കുന്നുണ്ട്. വളരെ റെയറായിട്ട് കാണപ്പെടുന്ന ബ്ലൂ ബാൻഡഡ് ബീ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ നേറ്റീവ് ആയിട്ടുള്ള ഈ പ്രദേശത്ത് വളരെ റെയറായിട്ടുള്ള തേനീച്ചകളെ പോലും ഇതിന് ചുറ്റും കാണാറുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്, താമസിയാതെ തന്നെ പോസ്റ്റും ചെയ്യും. അതുകൊണ്ടൊക്കെ തന്നെ ഇത് പോളിനേറ്റർ നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചെടിയാണ്. അതുപോലെ തന്നെ ഗ്രൗണ്ട് കവർ ചെയ്ത് ചൂട് കുറയ്ക്കാനും മാക്സിമം ഓക്സിജൻ പ്രൊഡക്ഷൻ കൂട്ടാനും ഇതിന് കഴിയും. ഇത് ഗ്രൗണ്ടിൽ പരവതാനി വിരിച്ചമാതിരി കിടക്കുന്നത് കൊണ്ട് വേറെ ഗുണം കൂടിയുണ്ട്, ഗ്രൗണ്ടിൽ മോയ്സ്ചർ നിൽക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസിലേക്ക് കടക്കാം. പൂവിൻ്റെ ഉള്ളിലുള്ള സ്റ്റേമെൻസിന് ഒരു വിഷ് ബോൺ ഷേപ്പാണുള്ളത്. അതുകൊണ്ട് ഇതൊരു ലക്ക് ആൻഡ് യൂണിറ്റി കൊണ്ടുവരുന്ന ഒരു പൂവായിട്ട് കണക്കാക്കപ്പെടാറുണ്ട് പല ഏഷ്യൻ കൾച്ചേഴ്സിൽ. നല്ല കളർഫുൾ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഓണപ്പൂ ഇടാനൊക്കെ വളരെ നല്ലതായിരിക്കണം. ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഈ പൂ ചിലപ്പോൾ യൂസ് ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കാം. അപ്പോൾ ഈ ചെടിയെ പറ്റി പറഞ്ഞേക്കുന്ന എല്ലാ ഇൻഫോർമേഷനും തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.